ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാനാണ്. അതായത് നമ്മൾ ഇൻസ്റ്റാഗ്രാം ആയാലും യൂട്യൂബ് ആയാലും നമ്മൾ ഷോർട്സ് ഒക്കെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കാണുന്നതാണ് വർക്ക് അറ്റ് ഹോം, അല്ലെങ്കിൽ ഗെയിം കളിച്ച് കാശുണ്ടാക്കാം. ഇങ്ങനെയൊക്കെ നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഇതില്ല ഒന്നും ചെന്ന് ചാടാതിരിക്കുക. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. ഇതുപോലൊരു വലിയൊരു കമ്പനി, വലിയ ഫേമസ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, വലിയൊരു കമ്പനി എന്നൊക്കെ പറഞ്ഞാണ് അവർ വന്നത്. അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുമായിരുന്നു. അതായത് അവർ നമുക്കറിയാമെന്നുള്ള നല്ല നല്ല ഇൻഫ്ലുവൻസസിനെ വെച്ചാണ് അവർ ഈ കമ്പനി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് നമ്മളെ പോലുള്ള ജനങ്ങളുടെ ഇടയിൽ നിന്ന് ആൾക്കാരെ തിരഞ്ഞെടുത്ത് അവർക്ക് ഇൻ്റർവ്യൂ തന്ന് ഒക്കെ ചെയ്തിട്ട് ലാസ്റ്റ് അവർ പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. ഇത്ര രൂപ നിങ്ങൾ എമൗണ്ട് അടച്ചാൽ നിങ്ങൾക്ക് ഇന്ന മെമ്പർഷിപ്പിൽ ചേരാൻ പറ്റും, അതിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന പോസ്റ്റിൽ വർക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാണ് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതിൽ ഞാനും ചെന്ന് ചാടി കൊടുത്തായിരുന്നു കേട്ടോ. പക്ഷേ ചാടിയതിന് ശേഷം എൻ്റെ കയ്യിൽ നിന്ന് കാശ് പോവാതിരിക്കാൻ ഞാൻ അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്തായിരുന്നു. കോണ്ടാക്ട് ചെയ്തപ്പോഴാണ് അവർ പറയുന്നത് ഇത്ര രൂപ തന്നാൽ മാത്രമേ ചേരും. കാരണം അവർ കാണിക്കുന്നത് ലക്ഷങ്ങൾ, ഒരു മാസം 4 ലക്ഷം 5 ലക്ഷം 6 ലക്ഷം അതിൽ കൂടുതലും ഒക്കെ വരുമാനമുള്ള ആൾക്കാരാണെന്നും പറഞ്ഞൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷെ ഇതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്ന് അറിയില്ല. കാരണം ഗൾഫിലോ അവിടെ ഇവിടെയൊക്കെ ജോലി ചെയ്ത ആൾക്കാരെ ആ ജോലി മതിയാക്കിയിട്ടാണ് ഇവരുടെ ഈ കമ്പനിയിലോട്ട് ചേർന്ന് ഇത്ര ലക്ഷം രൂപ ഒരു മാസം വരുമാനം ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. നമ്മളൊരു കാര്യം ആദ്യം മനസ്സിലാക്കുക. ഇപ്പം ഗൾഫിലായാലും വേറെ ഏത് രാജ്യത്തായാലും നമ്മൾ ജോലിക്ക് ഇപ്പം ഗൾഫിലായാലും ഒരു തൂപ്പ് ജോലിക്ക് പോയാൽ പോലും ഇവിടുത്തെ നാട്ടിലത്തെ 50,000 60,000 രൂപയൊക്കെ അവിടെ ശമ്പളമുണ്ട്. അപ്പം നമ്മളത് മനസ്സിലാക്കുക. അപ്പം അത് കളഞ്ഞിട്ട് എന്തിനിവരിവിടെ വന്ന് ജോലി ചെയ്യണം എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിൽ തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ അവരുമായിട്ട് വിളിച്ചൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കിയത്. കോണ്ടാക്ട് ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് തട്ടിപ്പാണ്. കാരണം ഈ സെയിൽസ്മാൻമാരൊക്കെ നമ്മൾ പുറത്ത് പോയി സെയിലെടുത്ത് സാധനങ്ങൾ കൊണ്ടുവന്ന് ഓരോ വീട്ടിൽ നടന്ന് വിൽക്കുന്നത് പോലത്തെ പരിപാടി തന്നെയാണ് ഇവർ ഈ ചെയ്യുന്നതും. പക്ഷേ ഇവർ ഓൺലൈനായിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഓൺലൈനായിട്ട് ചെയ്ത്, കാരണം ഇത് വലിയൊരു തട്ടിപ്പാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഗെയിം കളിച്ച് കാശുണ്ടാക്കുക എന്ന് പറയുന്നത് അതും വലിയൊരു തട്ടിപ്പാണ്. ദൈവത്തെ ഓർത്ത് കുട്ടികളായാലും വേറെ ആരായാലും അങ്ങനെ ഒന്നിലും ചെന്ന് ചാടി കൊടുക്കാതിരിക്കുക. കാരണം അവർ കാണിച്ചു തരുന്നതെന്ന് വെച്ചാൽ ഇവർ ഈ പറഞ്ഞു കൊടുക്കുന്നതാണ് അവർ കാണിച്ചു തരുന്നത്. ഒരു പ്രാവശ്യം ഞാൻ ഇതുപോലെ ഈ പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞ് ഞാൻ വീണ്ടും യൂട്യൂബ് കണ്ടുകൊണ്ടിരുന്ന സമയത്ത്, ഇൻസ്റ്റ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു യൂട്യൂബർ, അവർ ഇൻസ്റ്റാഗ്രാമിൽ അവരിങ്ങനെ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവരെന്തോ സാധനങ്ങൾ ഇങ്ങനെ ഗോൾഡ് ഓർണമെൻറ്റോ എന്തോ വാങ്ങിച്ചിട്ട് അങ്ങനെ എന്തോ ആണ് ആ പോസ്റ്റ് അവർ ചെയ്തത്. ഇത്ര രൂപ കാശ് വന്നത് ഇങ്ങനെയൊക്കെയാണ്, ഇന്ന വർക്ക് അറ്റ് ഹോം ജോലി ചെയ്തിട്ടാണ് അവർക്ക് ഇന്ന കാശ് കിട്ടിയെന്നും പറഞ്ഞാണ് അവർ കാണിച്ചത്. അപ്പോൾ ഞാൻ അവർക്കത് മെസ്സേജ് ഇടുകയും ചെയ്തു. ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നുള്ളൂ ഇനി ഇത് പറയാനെന്നുള്ള രീതിയിൽ. ഞാൻ അതിൽ മെസ്സേജ് ഇട്ടു. അപ്പം അവരെനിക്ക് തിരിച്ച് റിപ്ലൈ തന്നു, അതെന്താടാ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പറയുന്നതെന്ന്. എന്നിട്ട് പിന്നെ ഞാൻ ആ ഇതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കുമ്പോൾ അവർ ആ കമൻറ്റ് ബോക്സേ ഓഫാക്കിയിട്ടിരിക്കുക. കാരണം അവർക്ക് കൊടുക്കുന്ന പേയ്മെൻറ്റിന് അവരത് ചെയ്തേ പറ്റുള്ളൂ. അവർ കൈനീട്ടി ഇങ്ങനെ ഒരു കാര്യത്തിന് കാശ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവരത് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുന്ന ആൾക്കാർ ഫുള്ള് അവരുടെ ചിലപ്പോൾ കമൻറ്റ് ബോക്സൊക്കെ ഓഫാക്കി ഇട്ടിട്ടായിരിക്കും ഇവർ ഇടുന്നത്. കാരണം നമ്മൾ മനുഷ്യരാ. നമുക്ക് ഒരാളിപ്പോൾ 1 രൂപ തന്നിട്ട് നിങ്ങളിങ്ങനെ ചെയ്യൂ, വെറുതെ തന്നിട്ട് നിങ്ങളിങ്ങനെ ഒന്ന് വീഡിയോ എടുത്ത് ഇടുമെന്ന് ചോദിച്ചാൽ ചില ഇടുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ അവരുടെ ജോലിയുടെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് അവരെ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. നമ്മൾ ആ മണ്ടത്തനത്തിൽ ചെന്ന് ചാടി കൊടുക്കാതിരുന്നാൽ മാത്രം മതി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ വീണ്ടും ഒരുപാട് കാണുന്നുണ്ട്. കുറേ ഇൻഫ്ലുവൻസസിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കൊച്ചു കുട്ടികളായാലും 18 വയസ്സ് കഴിഞ്ഞ് ഒരു കുട്ടികളും ദൈവത്തെ ഓർത്ത് ഇങ്ങനെയൊന്നും ചെന്ന് ചാടാതിരിക്കുക. കാരണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തായാലും പ്രൈവറ്റ് ആയിട്ടായാലും നമുക്ക് കുറഞ്ഞ ശമ്പളത്തിലായാൽ പോലും നമുക്ക് ജോലികൾ ഇഷ്ടം പോലെ ഉണ്ട്. അതിലെല്ലാം നമുക്ക് ചേരാൻ പറ്റും. നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് നടക്കും. ഒരിക്കലും ശ്രമിക്കാതെ നിങ്ങൾക്ക് ഇത്ര രൂപ ഞാൻ തരാം, നിങ്ങൾ ഇത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും ചെയ്യാതിരിക്കുക. കാരണം അതിൽ 100 കുരുക്കുകൾ കാണും. അത് അറിഞ്ഞുകൂടാതെയാണ് പല ആൾക്കാരും ചെന്ന് ചാടിയിട്ട് ഇപ്പം വിദേശത്ത് പോകാമെന്നും പറഞ്ഞ് അടുത്തത് ഈ ഇടയ്ക്ക് കണ്ടതാണ് വേറൊരു ഇൻഫ്ലുവൻസറിനെ
അതുപോലെ തന്നെ ഞാനിപ്പോൾ അടുത്തൊരു ന്യൂസ് കണ്ടതാണ് കേട്ടോ. നമുക്ക് ഏറ്റവും ഫേമസ് ആയിട്ടൊരു ഇൻഫ്ലുവൻസർ, ഇവരുടെ ആരും പേര് പറയേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത് ആരെയാണെന്ന്. കാരണം ഒരുപാട് ട്രോളർമാരായാലും അതുപോലെ ഒരുപാട് ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുന്ന ആൾക്കാരായാലും ഇവരെ പറ്റിയൊക്കെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, കാരണം ഞാൻ സാധാരണക്കാരിയാണ്. കാരണം ഇവരെയൊക്കെ വീഡിയോസ് ഇഷ്ടം പോലെ കാണുന്ന ഒരാളാണ്. പക്ഷെ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വിദേശത്ത് പോവാന്നും പറഞ്ഞ് അവരുടെ ഇതിൽ അവർക്ക് ഇതുപോലെ കാശ് കിട്ടിയായിരിക്കും അവർ ചിലപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷെ അവരെ അറിയുന്നില്ല ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചതിയുണ്ടെന്ന്. കാരണം നമ്മൾക്കത് കേട്ടിട്ട് എന്താണോ ജെനുവനായിട്ട് നമ്മളത് അന്വേഷിക്കുക. നമ്മളൊരു കാര്യം മുന്നോട്ട് ചെയ്യുമ്പോൾ നമ്മളത് അന്വേഷിച്ച് നോക്കുക. അന്വേഷിച്ച് നോക്കിയിട്ട് നമുക്കത് സ്യൂട്ടബിൾ ആണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ചേരുക. ലക്ഷങ്ങൾ കൊണ്ട് ഇപ്പം 55 ലക്ഷവും 45 ലക്ഷവും ഒക്കെ കൊണ്ട് കളയുന്നവരുണ്ട്. നിങ്ങൾക്കത് ഇപ്പം ഫിക്സഡ് ഇട്ടാലും ജീവിക്കാൻ പറ്റൂടെ? നമുക്കത് ഫിക്സഡ് കൊണ്ട് ഒരു ബാങ്കിൽ ഫിക്സഡ് ഇട്ടാൽ പോലും നമുക്കതുകൊണ്ട് ജീവിക്കാൻ പറ്റും, നമുക്കതുകൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ എന്തിനാണ് ഇങ്ങനെ മണ്ടത്തനത്തിന് പോയി ചാടി കൊടുക്കുന്നത്? ഗവൺമെൻറ്റിൻ്റെ തന്നെ എത്രയോ നല്ല നല്ല സ്കീമുകളുണ്ട് വെളിയിൽ പോകാനുള്ള, അതിലൊക്കെ ചെന്ന് ചേരുക. അല്ലാതെ ഇങ്ങനെയുള്ള മണ്ടത്തനത്തിൽ ചെന്ന് ചേരാതിരിക്കുക. അറിയുക കുറേ, അത് നമുക്ക് ഇഷ്ടം പോലെ ഇപ്പം എല്ലായിടത്തും ഇതിനെക്കുറിച്ച് അറിയാമെന്നുള്ള ആൾക്കാർ, ഇപ്പം അക്ഷയ സെൻറ്റർ പോലത്തെ സെൻറ്ററുകളിലായാലും അല്ലെങ്കിൽ നമുക്ക് മൊബൈൽ വഴി തന്നെ ഇതിനെക്കുറിച്ച് അറിയാമെന്നുള്ള ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്കിഷ്ടമാണ് നമുക്കിഷ്ടമാണ് അത് എന്ന ഒറ്റ കാരണം കൊണ്ട് ഒരിക്കലും ഇവരെയൊക്കെ വീഡിയോ വിശ്വസിച്ച് നമ്മൾ ഒരിക്കലും ഇതിലൊന്നും ചെന്ന് ചാടാതിരിക്കുക. കാരണം നമ്മളിതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ട് മാത്രമേ ചെന്ന് ചാടാവൂ. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇപ്പോഴും ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടം പോലെ വരുന്നുണ്ട്, ചേരുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സ് കയറി നോക്കുമ്പോൾ ഇന്ന ജോലിയല്ലേ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെന്ന് ഇടുന്നതെന്നും പറഞ്ഞ് മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ട്. കാരണം മെസ്സേജ് അയക്കുന്ന ആൾക്കാരൊക്കെ ഇതുപോലെ പറ്റിപ്പ് കിട്ടിയ ആൾക്കാരായിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ കമ്പനിയിൽ ഇതുപോലെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കയ്യിലെ പൈസ പോയ ആൾക്കാർ വരെ ഉണ്ട്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇതുപോലെ പിന്നെയും ഇതുപോലെയുള്ള വീഡിയോ വരുമ്പോൾ ചില ആൾക്കാർ അതിൻ്റെ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്യില്ല, കയറി നോക്കുമ്പോഴായിരിക്കും അറിയണത് ഇന്ന പോലെയുള്ള പ്രശ്നങ്ങളാണ് അവിടെ ഉള്ളതെന്ന്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ആരും അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ഇങ്ങനെ ഇടുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ള മെസ്സേജ് ഇടുന്ന ആൾക്കാർ പാവപ്പെട്ട ജനങ്ങളെ ഒരിക്കലും പറ്റിക്കാതിരിക്കുക. നിങ്ങൾക്ക് ഞങ്ങളെ പറ്റിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടാനില്ല, ഞങ്ങളെ കയ്യിലെ കാശ് പോകുന്നത് മാത്രമായിരിക്കും മിച്ചം. അതുകൊണ്ട് നമ്മൾ പാവപ്പെട്ട ജനങ്ങൾ ഒരിക്കലും ഇവരാരും ഇഷ്ടപ്പെട്ടോ ഇങ്ങനെയുള്ള ഇവരെയൊക്കെ ഇഷ്ടപ്പെട്ടോ. നമുക്ക് ഇപ്പോൾ കുറച്ച് സമയം നമ്മൾ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണെങ്കിലും ചിലപ്പോൾ ഒരു കോമഡി കാണുമ്പോൾ നമ്മൾ അവരുടെ ഒരു കോമഡി വീഡിയോ കാണുമ്പോൾ നമ്മൾ ചിരിക്കുന്നത് എന്നും പറഞ്ഞ് നമ്മൾ ഇഷ്ടപ്പെട്ടോ. നമ്മൾ ഒരിക്കലും അവരെ വിശ്വസിക്കാതിരിക്കുക. നമുക്ക് അർഹതയുള്ളത് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ, അതാദ്യം മനസ്സിലാക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബായ്. എല്ലാവരും വിശ്വാസം കയ്യിലെടുത്ത് മറ്റുള്ളവരെ പറ്റിക്കാതിരിക്കുക. വിശ്വാസമുള്ള ആൾക്കാർ അറിഞ്ഞും കണ്ടും ഓരോ കാര്യങ്ങൾ ചെയ്യുക. ഒരാളെ വിശ്വാസമെന്നും പറഞ്ഞ് കണ്ണും പൂട്ടി ഒരു കാര്യവും ചെയ്യാൻ പോകരുത്. ചെയ്യാൻ പോയാൽ പണി കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.